ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ബീഫ് കറിയാണ്. ഋഷുവിന് ദോശൻ്റെ കൂടെ ഒന്നും ബീഫ് കറി പറ്റൂല കേട്ടോ. അപ്പോൾ ഓന് വേണ്ടിയിട്ട് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നി പിന്നെ ഋഷുവിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഓല് പോകാൻ ഇറങ്ങിയപ്പോഴേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓൽക്ക് ഒരു ഭയങ്കര വലിയ ടാസ്ക് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഗേറ്റ് തുറന്നിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ ഋഷു ഇക്കാനെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ആദ്യമൊക്കെ ഓല് ഗേറ്റും തുറന്നിട്ട് അങ്ങോട്ട് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് പറ്റൂല. അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ നായ്ക്കുട്ടികൾ കയറുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ആകെ ചെളിയാക്കുന്നുണ്ട്. പിന്നെ നമ്മളത് മണ്ണൊക്കെ ഇട്ട് കഴിക്കണമല്ലോ. അപ്പോൾ ആദ്യം പുറത്ത് പോയി ഗേറ്റ് അടച്ചിട്ട് വീണ്ടും അതാ സ്ഥാനത്ത് വെച്ചിട്ട് പിന്നെ ഗേറ്റ് അടച്ചിട്ടാണ് കേട്ടോ ഓല് പോണത്. എന്തൊരു കഷ്ടപ്പാടാണ് അല്ലേ. അപ്പോൾ ഓല് പോയേക്കാനും മുറ്റടിച്ചു വരാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ പുല്ല് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് അത് പറിക്കാനൊന്നും സമയമല്ല. ഇനിയിപ്പോൾ ഇനിയൊരു ദിവസം അതിന് മെനക്കെടണം. മുറ്റടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അയൽവാസി താത്തമാരെ കണ്ടിട്ട് അപ്പോൾ ഓലോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ വേഗം പോയി അലക്കിയിട്ടോ. ഋഷുവിൻ്റെ യൂണിഫോമിൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടൊന്ന് അലക്കിയിടുകയാണ്. എന്നാലേ നാളെ അവന് സ്കൂളിലേക്ക് ഇടാൻ പറ്റുള്ളൂ. പാൻറ്റിൽ പിന്നെ വലിയ ചളിയൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ ഞാൻ മെഷീനിൽ തന്നെ അലക്കൂട്ടോ. അലക്കുന്നതിനിടയിലാണ് കേട്ടോ കോള് വന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ തന്നെ ആയതുകൊണ്ട് കേട്ടു. അകത്ത് വെച്ചിട്ടുള്ള ഫോണിലാണെന്നുണ്ടെങ്കിൽ അറിയില്ലായിരുന്നു കേട്ടോ. മീഷോന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് വീണ്ടും ഞാൻ അലക്കാൻ തന്നെ പോയി. ഇന്നാളൊരു ദിവസം അകത്ത് വെച്ചിട്ട് ഫോൺ ഉണ്ടല്ലോ ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട്. അതായത് 24 പ്രാവശ്യം കേട്ടോ. അതുപോലെ മീഷോക്കാരനെ ഇരുന്നു. എന്നിട്ട് ഞാൻ അകത്ത് ചെന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മുറ്റടിച്ചാരാനൊക്കെ ഇറങ്ങുമ്പോൾ ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ് പോരുക. ഇനി അങ്ങനെ ഒരു അമളി പറ്റരുതല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും മുറ്റത്തേക്ക് ഇറങ്ങുന്ന സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചൊരു തുടച്ചിടാം എന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഈ വശത്തേക്ക് വരണ്ടല്ലോ. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള മോപ്പ് ട്രൈ ചെയ്തെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് സാധാ ടൈപ്പ് മോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മറ്റേതൊക്കെ വേഗം കംപ്ലൈൻ്റ് ആവുകയാണ്, മുതലാവുന്നില്ല. പുറത്തെ പണിയൊക്കെ തീർന്ന് അകത്ത് ചെന്നേക്കന്നെ നല്ല ദാഹം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കണം. ഇന്നിപ്പോൾ ഋഷു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ട് കേട്ടോ. എന്നും എന്തെങ്കിലുമൊക്കെ മറക്കും. ലഞ്ച് ബോക്സിൻ്റെ അടുത്ത് തന്നെ ഞാൻ വെച്ചത്. പക്ഷേ ലഞ്ച് ബോക്സ് എടുത്ത് പോയിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ എടുത്തിട്ടില്ല. കുടിവെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെയൊക്കെ കൊണ്ടുവന്ന റേഷനരിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ പകൽ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കിട്ടിയത്. കഴിഞ്ഞ മാസം വാങ്ങാൻ മറന്നു. അപ്പോൾ ഈ മാസത്തോ മിസ്സായി. ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് ആണ് 31. ഇന്നിപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് മസാലയും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ദമ്മിട്ടെടുത്താൽ മതി. അപ്പോൾ ആകെ കുറച്ച് ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ നീർദോശയൊക്കെ ഉണ്ടാക്കാൻ ഒട്ടാത്ത പച്ചരി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് വാങ്ങുന്നത്. അപ്പോൾ ഇനി ബിരിയാണി ഒന്ന് അവിടെ കിടന്ന് ദമ്മാവട്ടെ.